അപ്പൊ എല്ലാവർക്കും കലവിലെ ക്രിയേറ്റീവിന്റെ അപ്ഡേറ്റ് സ്കോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഏതാ ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പൊ പറയേണ്ടത് നമ്മുടെ ലേറ്റസ്റ്റ് നിവിൻ പല പ്രൊജക്ടുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോ രസകരമായിട്ട് തോന്നിയ ഒരു പ്രൊജക്ട് അഖിൽ സത്യന്റെ ഒപ്പം ചെയ്യുന്നത് പാച്ചും അത്ഭുതങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അഖിൽ സത്യന് ആദ്യമായിട്ട് സിനിമ, ആ സിനിമ കുറെ ആൾക്കാരെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമ, എന്റെ ഫേവറേറ്റ് ഒരു ഫീൽ ഗുഡ് സിനിമ എന്നുള്ള ലെവലിൽ ഫഹദിന്റെ ഒരു ന്യൂജൻ സത്യനന്ദിക്ക ഫിലിം ആയിരുന്നു. അപ്പോ അത് നെക്സ്റ്റ് ഫിലിം നിവിനേറ്റാണ് എന്നുള്ളത് ഭയങ്കര, എനിക്ക് ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് ആണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ആ സിനിമ അതുപോലെ തന്നെ ആ സിനിമയിൽ നിവിൻ അജു കോംബോ നമുക്ക് കാണാൻ പറ്റും. കാരണം ആ കോംബോ നമ്മൾ ലാസ്റ്റ് ലവ് ആക്ഷൻ ഡ്രാമയിലെ കണ്ടത്. അപ്പൊ ആ കോംബോ നല്ല രീതിക്ക് തന്നെ കാണണം. പിന്നെ സിനിമ ഒരു ഫാന്റസി പടമൊന്നും കേൾക്കുന്നുണ്ട്, ഒരു ഹൊറർ ഫിലിം ഒന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും നിവിൻ അജു കോംബോ ഉള്ളത് എന്തായാലും നന്നായി. അതൊരു ഹൊറർ കോമഡി ആണെങ്കിൽ നിവിൻ അജു ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ഒപ്പം അഭിനയിച്ചെങ്കിലും അവർ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രസകരമായിട്ട് അവരുടെ രണ്ടുപേരും കോമഡി പരിപാടി അടിപൊളിയാണ്. അടുത്തത് ടിക്കറ്റ് ആസിഫിന്റെ KGF പറഞ്ഞത് സിനിമയുടെ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയെ പറ്റിയിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് കുറെ സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പ്യുവർ ആക്ഷൻ ഫിലിം ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തർക്കമല്ല. നമ്മുടെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ ആക്ഷൻ ഫിലിം ചരിത്രത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിൽക്കുന്ന വലിയൊരു പടമാണ്. ആ സിനിമയുടെ ഫൈറ്റ് ഡിസൈനറായിട്ട് ഫൈറ്റ് കോറിയോഗ്രാഫറായിട്ട് പ്രവർത്തിച്ച എക്കോ കർണിയാൻഡോ സിനിമയില് ആക്ഷൻ കോറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്റ്റില്ലൊക്കെ പുറത്തോട്ടുണ്ടായിരുന്നു. അത് വർക്ക്ഔട്ട് ചെയ്യണം. ആസിഫ് പിന്നെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ബോഡി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോ വലിയൊരു ആക്ഷൻ ഫിലിം മലയാളത്തില് നല്ലൊരു സ്കെയിലുള്ള ഒരു സിനിമ. പടത്തിന്റെ ഷൂട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം ഓരോ ദിവസവും ഒരു സ്റ്റോറി നമുക്ക് കാണാൻ പറ്റും. ഡേ 1 Day 2 അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ സ്ഥലത്താണ്. അപ്പൊ റീസെന്റ് ഒരു കടലിൽ നടക്കിച്ചിട്ടുള്ളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ഭയങ്കരമായിട്ട് അവര് ഷൂട്ട് പോകുന്നുണ്ട്. എന്തായാലും പടം ഇക്കൊല്ലം കാണാൻ പറ്റട്ടെ. കളയ്ക്ക് ശേഷം രോഹിത് ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര കാത്തിരിപ്പും കൂടി ഉണ്ട്. നാസിഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഭ്യന്തര കുറ്റവാളിയുടെ കാര്യം. സിനിമ 1-ാം തീയതി റിലീസ് ആവേണ്ടതായിരുന്നു. കുറച്ച് ഇഷ്യൂസ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വന്ന കാരണം കൊണ്ട് അതിനൊരു സ്റ്റേ വരും. ഇപ്പൊ ഇഷ്യൂസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ കേൾക്കുന്നത്. സിനിമ അപ്പോ ഉടനെ റിലീസ് ഉണ്ടാവും. പക്ഷെ സർക്കിട്ടിന്റെ റിലീസ് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഒന്നല്ലെങ്കിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തേക്ക് മാറ്റുക നല്ലത്. കാരണം ഒരു 2 ആഴ്ചയെങ്കിലും ഒരു സിനിമക്ക് റണ്ണ് കിട്ടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 9-ാം തീയതി ഇപ്പൊ സർക്കിട്ടിന്റെ ഒപ്പം തന്നെ ഇനിയിപ്പോ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ നമ്മുടെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി. ആ സിനിമയുടെ ഇപ്പൊ ടീസർ കൂടി വന്ന് നോക്കുമ്പോ സിനിമയുടെ മുകളിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ടെക്നിക്കലി നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഷാരിസിന്റെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ജനഗണമന കഴിഞ്ഞിട്ട് വന്ന മലയാളി കമ്മ്യൂണിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവാണ്ട് പോവുക റൈറ്റർ എന്നുള്ള നിലയിൽ. അപ്പൊ ഷാരിസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സിനിമ നന്നാക്കുക എന്നുള്ളത് ഷാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വർഷം ബബ്ബ വരാണ്ടെങ്കിൽ പോലും അതിനു മുമ്പ് ഒരു നല്ലൊരു സിനിമ ഇറക്കണം. അദ്ദേഹം തിരിച്ചു കയറണം. ഫാമിലി ഓഡിയൻസിലേക്ക് അയാൾ തിരിച്ചു കയറണം. അത് പറയുമ്പോ തന്നെ നമുക്ക് അതിന്റെ തലേദിവസം പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസാവുന്നുണ്ട്. സിനിമയുടെ ട്രെയിലർ വന്ന മുതൽ എല്ലാവരും നല്ല എക്സ്പെക്ടേഷനിലാണ്. നല്ലൊരു സിനിമ, ഒരു ഫൺ റൈഡ് ആയിട്ടുള്ള സിനിമ. സിനിമയുടെ ഡയറക്ടർ മനു സ്വരാജന്റെ പറഞ്ഞു. അത് റൈറ്ററിന്റെ ഫസ്റ്റ് വർക്കാണ്. പക്ഷെ ആ സിനിമയുടെ ടീച്ചർ ട്രെയിലർ കാണുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഷറഫ്, സുരാജ്, അങ്ങനെ സുരാജും അല്ലാണ്ടുള്ള ആൾക്കാരൊക്കെ സാഫ് ഉണ്ട്, അരുൺ പ്രദീപ് ഉണ്ട്. നമുക്കൊക്കെ വളരെ പിന്നെ നമ്മുടെ ഫാലിമേറ്റ് അതെ പുള്ളിക്കാരുണ്ട്. അങ്ങനെ അപ്പോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വർക്ക്. അതിപ്പോ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോ നമ്മളിപ്പോ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടം അങ്ങനെ നമ്മൾ നോക്കിക്കാറുണ്ട്. അത്യാവശ്യം നല്ല കോമഡി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും കയറി കാണാം. നമ്മളെ സ്വഭാവം ഒരാൾക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് വരും. നമ്മളെ കൊണ്ട് അയാൾക്ക് പലതും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ നമുക്കും വെറൈറ്റി ആണ്. എന്തായാലും പടം നന്നാവട്ടെ. പിന്നെ ഇത് കഴിഞ്ഞ നമുക്ക് ഈ മാസം തന്നെ വലിയ റിലീസ് ഉണ്ട്. പക്ഷെ അത് നോർമൽ റിലീസ് അല്ല, അതിന് റീ റിലീസാണ്.
ചോട്ടാ മുംബൈ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. മെയ് 21 ആ ഒരു ലാലേട്ടന്റെ പിറന്നാൾ സ്പെഷ്യൽ പടം. അപ്പോ സിനിമയെ സംബന്ധിച്ച് അത് ചോട്ടാ മുംബൈ മണിയും പിള്ളരാജു പ്രൊഡക്ഷൻ. അപ്പോ അദ്ദേഹത്തിന്റെ മകൻ ആ സിനിമയുടെ മിക്സിങ്, അതിന്റെ ഡോൾബി അറ്റ്മോസ് മിക്സിങ്, അതിന്റെ സ്ക്രീൻ അപ്ഡേഷൻ ഒക്കെ ആയിട്ടുള്ള ഓരോ പോസ്റ്റ് ഓരോ ദിവസം അവർ എക്സൈറ്റിംഗ് ആയിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ദേവദൂതൻ വർക്ക് ചെയ്ത സെയിം ടീമാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ല വർക്ക് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു ദേവദൂതൻ. റിലീസിനെ പറ്റിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് റീ റിലീസ് സിനിമകളിൽ ഒരു ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ ഇതിനും പുറത്ത് സിനിമ. കാരണം ചോട്ടോമ്പേനെ സംബന്ധിച്ചിടത്തോളം ഈ തലയും പിള്ളേർക്കും കുറച്ച് ഫാൻ ബേസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് ഇവിടെ. അതെന്തായാലും വൈഡ് റിലീസ് പടം ആയിരിക്കട്ടെ. സിനിമ രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.